ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് കാരണം ഷിജിന് കുഞ്ഞിനോടുള്ള പകയെന്ന് പോലീസ്. ഒരിക്കലും തരിമ്പ് സ്നേഹം പോലും ഇഹാനോട് ഷിജിൻ കാണിച്ചിരുന്നില്ല. ഭാര്യയുമായുള്ള ശാരീരിക ബന്ധത്തിനിടെ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞതോടെ മർദ്ദിച്ചെന്നും പോലീസ് പറയുന്നു. ഭാര്യ കൃഷ്ണപ്രിയയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് പോലീസ് കൂടുതലായി വിശദമാക്കുന്നത്? രുചീഷ്, കുഞ്ഞിനോടുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ പോലീസ് പറയുന്നുണ്ട്. ഒന്നാമത്, ഈ കൃഷ്ണപ്രിയ ഗർഭിണിയായത് മുതൽ തന്നെ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്നു. തുടർന്ന് കുഞ്ഞ് പിറന്ന സമയത്തെല്ലാം ഇവർ വേർപിരിഞ്ഞായിരുന്നു എന്നത്. പിന്നീട് പോലീസെല്ലാം ഇടപെട്ട് ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവർ സ്വന്തം വീട് വിറ്റ് ഈ നെയ്യാറ്റിൻകരയിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്തെല്ലാം വലിയ രീതിയിൽ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഇത്തരത്തിൽ പുതപ്പിട്ട് ശരീരത്തിന് മുകളിലൂടെ പുതപ്പടക്കമിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണപ്രിയ കരുതിയത് തന്നോടുള്ള ദേഷ്യമായിരിക്കാം ഒരുപക്ഷെ കുഞ്ഞിനോട് തീർക്കുന്നത് എന്നാണ് കൃഷ്ണപ്രിയ ആദ്യഘട്ടത്തിൽ കരുതിയത്. പക്ഷേ പിന്നീടാണ് ഇത്തരത്തിൽ ഈ കുട്ടിയോട് ഇഹാനോടുള്ള ദേഷ്യം തന്നെയാണ് ഭർത്താവ് ഷിജിൻ ഉണ്ടായിരുന്നെന്ന് അവർ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ കാര്യങ്ങൾ പോലീസ് പറയുന്നത്. ഇദ്ദേഹം ഈ ഷിജിൻ പലപ്പോഴും മൊഴിയായി പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ പലപ്പോഴും തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുഞ്ഞ് കരഞ്ഞത് ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിന് തടസ്സമുണ്ടാക്കി. അതടക്കം തനിക്ക് വലിയ വിഷമമുണ്ടാക്കി. കുഞ്ഞിൻ്റെ കരച്ചിൽ തനിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞത്. നേരത്തെ തന്നെ മൊഴിയായി വന്നിരുന്നത് കുഞ്ഞുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇത്തരത്തിൽ സംശയങ്ങൾ ഷിജിൻ ഉണ്ടായിരുന്നു. ഈ തൻ്റെ കുഞ്ഞല്ല എന്നടക്കമുള്ള പല കാര്യങ്ങളും ഇത്തരത്തിൽ ഷിജിൻ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാമാണ് എന്തായാലും ഈ ഒരു കൊലപാതകത്തേക്ക് നയിച്ചതെന്നാണ് എന്തായാലും പോലീസ് അറിയിക്കുന്നത്. എന്തായാലും വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ ചില ഫ്രൂട്ട്സ് അടക്കം കൊണ്ടുപോയി ഇത്തരത്തിൽ കുഞ്ഞിന് കൊടുക്കുകയും തുടർന്ന് കുഞ്ഞ് മരിച്ചെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം. പിന്നീട് ഈ ഫോറൻസിക് സർജന്റെ ഒരു റിപ്പോർട്ടാണ് സത്യത്തിൽ ഈ കേസിന്റെ ഒരു ചുരുളഴിക്കുന്നത്. കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടായാണ് കുഞ്ഞ് മരിച്ചത് എന്ന കണ്ടെത്തലൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ കൂടുതലായി മനസ്സിലാകുന്നത്. അതാണ് രുചിച്ച്. നേരത്തെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഉരയും പതയുമെല്ലാം വന്ന് ഇത്തരത്തിൽ കുഞ്ഞ് അത്തരത്തിൽ ഒരു അപകടത്തിലൂടെ മരിച്ചതെന്നാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർക്കും അറിയിച്ചത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ വയറ്റിൽ കൈമുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഷിജിൻ പരിക്കേൽപ്പിച്ചത് കാര്യം വെളിപ്പെടുന്നത്. വലിയ ആന്തരിക രക്തസ്രാവം അടക്കം വന്നാണ് ഈ കുട്ടി മരണപ്പെട്ടത്. ആ സമയത്താണ് ഈ വയറിൻ്റെ ഭാഗത്ത് വലിയൊരു പാട് കാണുന്നത്. അങ്ങനെയാണ് ഷിജിനിലേക്ക് ചോദ്യം ചെയ്യൽ പോവുകയും തുടർന്ന് ഷിജിൻ ഈ ഒരു കുറ്റകൃത്യം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ കൃഷ്ണപ്രിയയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ചോദ്യം ചെയ്ത സമയത്ത് ഭർത്താവിൽ ഷിജിനിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം കൃഷ്ണപ്രിയൻ സൂചിപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ കൃഷ്ണപ്രിയൻ തുറന്ന് ചോദ്യം ചെയ്യും. എന്തായാലും ഷിജിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ കുട്ടി മരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വലത് കൈയിൽ ഒരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് മുമ്പ് കുഞ്ഞ് വീണ് കൈ പൊട്ടിയതാണെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഈ പരിക്കിലും ഇത്തരത്തിൽ ഷിജിന് പങ്കുണ്ടോ എന്നൊരു കാര്യം പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ ഷിജിന് ഈ കുട്ടിയോട് ഒരു മുൻകൂർ ദേഷ്യമുണ്ടായിരുന്നു, മുൻകൂർ പകയുണ്ടായിരുന്നു. അത് പല കാരണങ്ങളാണ്. ഇത്തരത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ തുടങ്ങിയ സംശയങ്ങളാണ് പിന്നീട് അത് കുഞ്ഞിലേക്ക് പടരുന്നു. പിന്നീട് അത് കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നു. എന്തായാലും വലിയ വെളിപ്പെടുത്തലാണ് ഷിജിൻ എന്തായാലും പോലീസിനോട് നടത്തിയിരിക്കുന്നത്. രുചിഷ്, ശരി ആഷിഖ്, എന്തായാലും 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.